ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്. ഇന്ന് നമ്മൾക്ക് എരുമപ്പാലിൽ നിന്ന് എങ്ങനെ നെയ്യ് റെഡിയാക്കാമെന്ന് നോക്കാം. കണ്ടോ, ഇത് 1/2 ലിറ്റർ എരുമപ്പാലാണ് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നു. അതിനുശേഷം നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് നല്ലതായിട്ട് പാല് ചൂടാക്കി എടുക്കുന്നു. നോക്കിയേ, പാലൊക്കെ നല്ല പൊങ്ങി വരുന്നുണ്ട്. ഇപ്പം പൊങ്ങി വന്ന പാല് നമ്മൾ തണുക്കാൻ വേണ്ടി ഒരടപ്പ് പാത്രം വെച്ച് കുറച്ച് ഇങ്ങനെ പകുതി തുറന്നിട്ട് അടച്ച് വെച്ചിട്ട് നമ്മൾ തണുക്കാൻ വേണ്ടി വെക്കുന്നു. തണുത്ത ഈ പാല് നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുന്നു. ഫ്രിഡ്ജിൽ രാവിലെ വെക്കുകയാണെങ്കിൽ വൈകിട്ടെടുക്കാം. ഇത് വൈകിട്ടെടുത്ത പാലാണ്. വൈകിട്ടെടുത്തവൾ മേൽഭാഗത്തെല്ലാം നോക്കി നല്ലതായിട്ട് ബട്ടറെല്ലാം വന്ന് നല്ല പാലാടയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ പാലാട എല്ലാം എടുത്ത് നമ്മൾക്കൊരു ബൗളിലേക്ക് മാറ്റാം. കണ്ടോ, എത്ര വരുന്നോ അത്ര എടുക്കാം. എന്നിട്ട് വേണേൽ നമ്മൾക്ക് ആ പാല് ചായയുടെ ഇല്ലെങ്കിൽ മോരിനായാലും ഒഴിച്ചു വെക്കാം. എന്നിട്ട് നമ്മൾ ആ ബൗളും ആ വെണ്ണയും കൂടെ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിലെടുത്ത് വെക്കണം. ഫ്രീസറിലെടുത്ത് വെച്ചാൽ അതിന് സ്മെല്ലൊന്നും വരാതെ നല്ലതായിട്ടുണ്ടാവും. എന്നിട്ട് ഒരാഴ്ചയോളം ഞങ്ങൾ എടുത്തു വെച്ച ബട്ടറാണിതെല്ലാം. ബട്ടറെല്ലാം നമ്മളിട്ടിട്ട് ഒരു കടായിലേക്ക് ഇട്ടിട്ട് നല്ലതായിട്ടിങ്ങനെ ചൂടാക്കി ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടേ ഇരിക്കും. അത് പൊട്ടിത്തെറിക്കാതെ നമ്മൾ കുറച്ച് കറിവേപ്പിലയോ അല്ലെങ്കിൽ കുറച്ച് മുരിങ്ങയിലോ ഒക്കെ ഇട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ നല്ലൊരു മണവും നല്ലൊരു സ്മെല്ലും വരും. ഇപ്പം കണ്ടോ, ഇപ്പം നെയ്യ് റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. നോക്കിയേ, ഒറിജിനലായിട്ടുള്ള സൂപ്പറായിട്ടുള്ള എരുമ നെയ്യ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ആ അരിച്ചു വെച്ചിരിക്കുന്നത് കൂടെ പഞ്ചസാര ഇട്ട് തിന്നാൻ നല്ല ടേസ്റ്റാണത് കഴിക്കാൻ തന്നെ. ഇത് നോക്കിയേ, നെയ്യെല്ലാം ഇപ്പോൾ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് നെയ്യെല്ലാം നല്ല കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു. നോക്കിയേ, നല്ല മണം, എന്തൊരു സൂപ്പർ മണമെന്നറിയോ. നല്ല മുളക് ചമ്മന്തിയുടെ കൂടെ ഇട്ടിളക്കി കഴിക്കാനൊക്കെ നല്ലതാണ്. കുട്ടികൾക്ക് കൊടുക്കാനും നല്ലതാണ് ഫ്രണ്ട്സ്. ട്രൈ ചെയ്ത് നോക്കൂ ഫ്രണ്ട്സ്.